ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ഗോതുരത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ 26 വർഷത്തെ സേവനത്തിനു ശേഷം ജോലിയിൽ നിന്നും വിരമിച്ച കോട്ടപ്പുറം കത്തീഡ്രൽ കപ്യാർ കൂടിയായ ജൂഡ്സൺ കുര്യപ്പറമ്പിലിനെ കോട്ടപ്പുറം സൗഹൃദ കൂട്ടായ്മ ആദരവ് നൽകി. കത്തീഡ്രൽ പാരിഷ് ഹാളിൽ ചേർന്ന സ്വീകരണ സമ്മേളനം കയ്പമംഗലം MLA E.T. ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം പഠിച്ച സാധനം അതല്ലല്ലോ യഥാർത്ഥത്തിൽ, അല്ലേ? പഠിച്ചിട്ടല്ലെങ്കിലും അത് അദ്ദേഹം ചെയ്യുന്നു. ഇവിടെ പള്ളിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും പള്ളിയിൽ ഒരു കപ്യാർ ചെയ്യുന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു ആൾ ചെയ്യുന്ന അർത്ഥത്തിലുള്ള പണിയല്ല ചെയ്യുന്നത്. അത് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതായാലും മാമോദീസയുടെ സ്വീകരണത്തിന് സർട്ടിഫിക്കറ്റ്, വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിലും അച്ഛൻ വ്യക്തിപരമായി പറഞ്ഞത് വേണമെങ്കിൽ ഒരു പള്ളിയിൽ ഒരു വലിയ കാര്യം നടക്കണമെങ്കിൽ ആരെ സമീപിക്കണം എന്ന് പറഞ്ഞാൽ ജൂഡ്സിനെ തോന്നും ഇയാൾ, അല്ലേ? മാർക്കാണ് എന്ന് പറഞ്ഞ് നാടറിയുന്ന, അപ്പോൾ തൻ്റെ സേവനം സമർപ്പിക്കപ്പെടുമ്പോഴാണ് അങ്ങനെ ചെയ്യാൻ ചോദിക്കുക. ഇത് മുഴുവൻ ആ സ്ഥാപനത്തിന് വേണ്ടി, ആ പള്ളിക്ക് വേണ്ടിയെങ്കിൽ പള്ളി, അവിടെയാണെങ്കിൽ സ്കൂളിന് വേണ്ടിയെങ്കിൽ സ്കൂൾ എന്ന രീതിയിലൊക്കെ ചെയ്യാൻ കഴിയും. അതാണ് വലിയ മനസ്സെന്ന് പറയുന്നത്. ജൂഡ്സനെ എനിക്ക് പരിചയപ്പെടുമ്പോൾ ഞാനിതുപോലെ ഒരു ഉദ്യോഗാർത്ഥി, ഞാനിങ്ങനെ സെൻറ്റ് ആൽബിനോസ് സ്കൂൾ എന്ന് പറയുന്ന നമ്മുടെ കോർപ്പറേറ്റ് രൂപതയിലെ അധ്യാപകനായിരുന്നു ഞാൻ ആദ്യം. അന്ന് അതിന് വേണ്ടി വരുന്ന സമയത്ത് ഇവിടെ ട്രാൻസ്ഫറൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ കോണിയുടെ മോളിൽ കയറുമ്പോൾ താഴോട്ടിറങ്ങി വരുന്ന ജൂഡ്സൺ ഞങ്ങൾ തമ്മിൽ ഓർമ്മയുണ്ട്. ഞങ്ങൾ അന്നാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. കൊല്ലങ്ങൾ കുറേ ആയിട്ട് 10, 26, 30 കൊല്ലമൊക്കെ ആയിട്ട് അന്നാണ് കാര്യങ്ങളന്ന് സംസാരിക്കുന്നു. അന്നത്തെ ജൂഡ്സൺ അതുപോലെ ഇപ്പോഴും ഉണ്ട്, ഒരു വ്യത്യാസമില്ല. ആ രൂപവും ഭാവവും ചിരിയും ഒന്നും വ്യത്യാസം. ഞങ്ങളൊക്കെ മാറിപ്പോയി. എന്നെ അന്ന് കണ്ടാൽ ചിലപ്പോൾ ഇന്ന് കണ്ടാൽ അറിയില്ല, പക്ഷേ ജൂഡ്സനൊരു മാറ്റമില്ല, അല്ലേ? നമ്മൾ പറയില്ലേ ഒരു എന്നായിരുന്നു അന്ന് അതുപോലെ തന്നെ ആ ചിരിയും ആ ഭാവവും അതുമെല്ലാം ഇപ്പോഴും എനിക്കൊന്നും ആ സ്വഭാവവും എല്ലാം ഇപ്പോഴും ഒരുമിച്ച് കാത്തു സൂക്ഷിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ജൂഡ്സന് ഈ പൊതുസമൂഹത്തിന് ചെയ്യാൻ ബാക്കിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചെയ്യാനുള്ള കരുത്ത് പകരുന്ന, എനിക്കൊന്ന് എന്നെന്നും ഓർക്കാൻ കഴിയുന്ന, ഇവിടെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും നാട്ടുകാരും പള്ളിയും എല്ലാം ഒരുമിച്ച് ചെയ്യുന്ന ഈ പരിപാടി തീർച്ചയായും ഇനിയും ഇരട്ടി ഊർജം ജൂഡ്സന് ലഭിക്കും എന്ന കാര്യത്തിൽ നിസ്തർക്കമാണ്. അതുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഒട്ടും നീട്ടി പറയാതെ വളരെ സന്തോഷപൂർവ്വം ഔപചാരികമായി ഈ പരിപാടി, നമ്മുടെ ഈ റിട്ടയർമെൻറ്റ്, ഹാപ്പി റിട്ടയർമെൻറ്റ് എന്നാണ്, സന്തോഷമുള്ള ഈ യാത്രയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. കത്തീഡ്രൽ വികാരി റവറന്റ് ഡോക്ടർ ഡൊമിനിക് ബിൻ ഹീറോ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ VM ജോണി സ്വാഗതവും KA ജൂഡ്സൺ മറുപടി പ്രസംഗവും നടത്തി. രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. KS കൈസാബ്, LC പോൾ, കവി സെബാസ്റ്റ്യൻ, പ്രിൻസിപ്പൽ ജോർജ് ജോസഫ് എന്നിവർ സംസാരിച്ചു. ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി പേടിയായിരുന്നു. കാരണം ഒരു ഇടവകയിൽ ഇരുന്നിട്ട് ഒരു 10-15 വർഷത്തിലധികമായി. അതുകൊണ്ട് തന്നെ വലിയൊരു ഇടവകയിലേക്ക് വരാൻ എനിക്കൊരു അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും പിതാവും മോൺസിഞ്ഞോറും പറഞ്ഞു ഒന്നും കൊണ്ട് പേടിക്കേണ്ട എല്ലാവരും. അതിലുപരി യാതൊരു പേടിയുമില്ലാതെ ഇവിടെ വരാൻ കാരണം ജൂഡ്സൺ ചേട്ടനാണ്. എനിക്കറിയാം ജൂഡ്സനെ. ഞാൻ ബിഷപ്സ് ഹൗസിലായിരിക്കുമ്പോൾ തന്നെ ഏറ്റവും നിശബ്ദനായി പിറകിൽ നിന്ന് എല്ലാ കാര്യങ്ങളും സൂക്ഷ്മതയോടെ ചെയ്യുന്ന ഒരു വ്യക്തി. അച്ഛാ ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ വരുമ്പോഴൊക്കെ ജൂഡ്സൺ ചേട്ടനോടാണ് ചോദിക്കുന്നില്ല, ജൂഡ്സൺ ചേട്ടൻ അച്ഛാ ഇങ്ങനെ ചെയ്താൽ മതി, അച്ഛനൊന്നും പറയണ്ട, ഇങ്ങനെ നിന്നാൽ മതി. പക്ഷെ അതിലൊക്കെ വളരെയധികം സ്നേഹവും കരുതലുമുണ്ട്. അങ്ങനെ ഏതൊരു കാര്യവും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യണമെന്ന് ആത്മാർത്ഥതയോടെ അത് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ജൂഡ്സൺ.